ഐ വാസ് പ്ലാനിങ് നമ്മൾ ഈവൻ കമ്പനി ഇവിടെ കാലിക്കറ്റിൽ ഒരു ബിഗ്ഗസ്റ്റ് ഷോ നടത്തുന്നുണ്ടായിരുന്നു ഒരു 4 ഡേയ്സിൻ്റെ. അപ്പോൾ ഞാനിത് വീണപ്പോൾ ഈ കൊമ്പ് വീണപ്പോൾ ആദ്യം ആലോചിച്ചത് ഇതാണ്, ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സ്. ഞാൻ ഈസ മുല്ലാലി, കോഴിക്കോട് ചാലപ്പുറം സ്വദേശിയാണ്, ബിസിനസ് മാനാണ്, FI ഇവൻറ്റ്സ് എന്ന് പറയാം. ഞാൻ ജോഗിങ് കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ പറമ്പിൽ ട്രീ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പണിക്കാരെ കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കൈവച്ചതായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അവർ ബ്രാഞ്ച് മുറിക്കുമ്പോൾ ആ ബ്രാഞ്ച് നേരെ എൻ്റെ കാൽമേൽ വന്ന് വീണ്. സ്പ്ലിറ്റ് സെക്കൻഡ് എനിക്കൊന്നും ബോധം ഉണ്ടായിട്ടില്ല. കാൽമേൽ വന്ന് കാല് ട്വിസ്റ്റായി. രാവിലെ അവൻ പുറത്ത് പോയതാണ്. എപ്പോഴും രാവിലെ അങ്ങനെ ജോഗിങ്ങിന് പോകലുണ്ട്. പിന്നെ അവൻ്റെ ഒരു അഡ്രസ്സേ ഇല്ല. 2:30 ഉണ്ട് ഒരു ഫോൺ വരുന്നു, പിന്നെ ഒന്ന് ഗേറ്റ് തുറന്ന് വെക്കണേ, പിന്നെ എനിക്ക് ചെറിയൊരു പരിക്ക് പറ്റി. അപ്പം ഗേറ്റ് തുറന്ന് വെച്ച് പിന്നെ ഇവൻ്റെ വരവും കാത്തിങ്ങനെ നിൽക്കുക. പിന്നെ വന്ന് കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾ വലിയൊരു ഇവൻറ്റ് പ്ലാൻ ചെയ്ത് ഇരിക്കുന്ന സമയത്താണ് ഇസയ്ക്ക് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഷോക്കായിരുന്നു. എൻ്റെ ബ്രദർ ഡോക്ടറാണ്, ഡോക്ടർ നിസാർ മുല്ലാലി. അപ്പോൾ പുള്ളീൻ്റെ അഡ്വൈസും ചോദിച്ച് ഇതൊക്കെ നോക്കി സർജറി തന്നെ വേണമെന്ന് പറയാം. അപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ അല്ലാതെ സർജറി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സർജൻസിന് ചോദിച്ചാൽ അവർ സർജറി അല്ലേ പറയൂ. അപ്പോൾ ഞാൻ ആയുർവേദിക്ക് നോക്കി, കുരുക്കളിനടുത്ത് പോയിട്ട് എന്തെങ്കിലും നടക്കുമോ എല്ലാം മനസ്സിലായി. അവസാനം സർജറി തന്നെയാണ് വേണ്ടത്. ഞാൻ എൻ്റെ ഫ്രണ്ട് നിതീഷ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അദ്ദേഹം റെഫർ ചെയ്ത് ആസ്റ്റൺ ഓർത്തോ ഡോക്ടർ ഹാസൽ സാറുണ്ട്, അദ്ദേഹത്തിനെ പോയി കണ്ടാൽ മതി എന്ന് പറഞ്ഞു. ഇഞ്ചുറി വന്നിട്ടുണ്ട്, കുറച്ച് ഡേഞ്ചറാണെന്ന് പറഞ്ഞിട്ട് ഈ രഞ്ജിത്തിനെ വിളിച്ച സമയത്ത് അപ്പോൾ ഞാൻ ഡോക്ടറെ നേരെ വിളിച്ചു, അപ്പോയിൻമെൻറ്റ് തന്നു, നേരെ ആസ്റ്റൺ ഓർത്തോയിൽ പോയി. ഹാസൽ സാർ വന്ന് കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി തന്ന്. ഞാൻ ആക്ച്വലി ചെക്കപ്പിന് വേണ്ടി പോയതാണ്. സർജറിക്ക് വേണ്ടി പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു അപ്പോൾ എപ്പോഴും സർജറി ചെയ്യാം. ഞാൻ ബ്രദറിൻ്റെ അടുത്ത് ചോദിച്ചു എന്താ ചെയ്യല്ലേ എന്ന്. ഓക്കെ ഫൈൻ, ഗോ വിത്ത് ഇറ്റ്. ഓക്കെ ദെൻ ഗോ ഫോർ ഇറ്റ്. സർജറി കഴിഞ്ഞ് അന്നേരം സാർ പറഞ്ഞേ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, ഉള്ളിൽ നല്ല പരിക്കുണ്ടായിട്ടുണ്ടായിരുന്നു, എല്ലാം വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, വലിയൊരു സ്കാർ ഉണ്ടായിരുന്നു, ടയർ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇതിൻ്റെ സീരിയസ്നെസ്സിലേക്ക് ഞാൻ വരുന്നത്. അതേപോലെ സർജറിയൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റൽ സ്റ്റേ അടിപൊളിയായിരുന്നു. ഞാൻ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കേണ്ട വെച്ചാൽ കുറേ ടീം ഫ്രണ്ട്സൊക്കെ അവിടെ തന്നെ ക്യാമ്പായിരുന്നു. അപ്പോൾ അതങ്ങനെ ഒരു മൂഡായിരുന്നു. അപ്പോൾ അതൊക്കെ ഇനി ഡിസ്ചാർജ് ചെയ്ത് ഈ ഫിസിയോതെറാപ്പിക്ക് ഞാൻ ഇങ്ങനെ പോകാറുണ്ടായിരുന്നു. പിന്നെ എക്സസൈസ് ചെയ്യുന്ന റിവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതോ ഒരു റിവ്യൂവിൽ ഡോക്ടർ പറയുന്നത് വിചാരിച്ച ഇത്ര വീക്കിൽ പ്രോഗ്രസ് ഇല്ല, മൂവബിലിറ്റി ഇല്ല, സോ യു ഹാവ് ടു ബി റീഅഡ്മിറ്റഡ്. അപ്പോൾ ഇത് വീണ്ടും അഡ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ഞാനാകെ കുറച്ചൊന്ന് ഡൗൺ ആയി. പക്ഷേ അതായിരുന്നു എനിക്ക് ഏറ്റവും നല്ലൊരു ഇതിൻ്റെ പ്രോഗ്രസ്സിന് ഗുണം ചെയ്തിട്ടുള്ളത്, സ്പീഡി റിക്കവറി. ആ റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ് വന്നുകൊണ്ട് എനിക്ക് വളരെ ഗുണം ചെയ്ത്. പിന്നെ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്ത് ഡോക്ടർ സുഹാസ് സാറായിരുന്നു. അദ്ദേഹം വലിയൊരു മനുഷ്യനാണ്. ഇദ്ദേഹത്തിൻ്റെ എക്സസൈസിൽ ഇതൊക്കെ കൂടിയിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ പറയുന്നവർ റെഗുലറായിട്ട് ഫിസിയോതെറാപ്പിക്ക് പോയായിരുന്നു. വളരെ ആക്റ്റീവായി ഓടിച്ചാടി നടന്ന് ഈവൻറ്റ് മാനേജ്മെൻറ്റ് നടത്തുന്ന ഈസയെ എനിക്ക് മുന്നേ അറിയാം. കാലിലൊരു മരം വീണ് മുട്ട് ട്വിസ്റ്റായി 2 ലിഗമെൻ്റ് പൊട്ടിച്ച് ആകെ സ്റ്റക്കായൊരവസ്ഥയിലാണ് ഈസ എൻ്റെ മുന്നിൽ വരുന്നത്. ഞാൻ സർജറി നിർദ്ദേശിച്ചു. ബിക്കോസ് ACL-ഉം MCL-ഉം 2 പ്രധാനപ്പെട്ട മുട്ടിലെ ലിഗമെൻ്റ് ആണ് പൊട്ടിപ്പോയത്. അപ്പോൾ അത് ചെയ്യൽ നിർബന്ധമാണ്. കാരണം ഇല്ലെങ്കിൽ മുട്ടിൽ തേയ്മാനം പ്രായത്തിന് ആനുപാതികമല്ലാതെ പെട്ടെന്ന് തന്നെ കടന്നു കയറി വരും. In Isa's case, actually we diagnosed to have an ACL tear and an MCL tear. If you see this specimen, this is an MCL and this is an ACL ligament. So if you have a 2 ligament injury, it is a multi-ligament injury. So multi-ligament injury is always better to have a surgery. So we advised him surgery, underwent surgery, and everything has went well. 6 weeks he got almost 90% of the movements, but still little bit of stiffness was there. So we suggested him mobilization and anesthesia. That also we did. After 3 months of time, almost he has recovered to normal stage and his movements and everything was perfect. So the main thing is when you have an injury and when you have a multi-ligament tear, that is if you have more than 1 ligament tear, it's always better to have a early treatment, especially surgical treatment, so that will take you back to normal activities at the earliest time. Otherwise it will lead on to instability and you may have a further injuries and that may lead to arthritis. ടൈംലി സർജറിക്ക് ഈസ റെഡി ആവുകയും ചെയ്തു. ആർത്രോസ്കോപ്പി വഴി ACL ലിഗമെൻറ്റും ഓപ്പൺ വഴി MCL എന്ന് പറയുന്ന ലിഗമെൻറ്റും റീകൺസ്ട്രക്ട് ചെയ്ത് പ്രോപ്പർ ഡോക്ടർ സൂപ്പർവൈസ്ഡ് റീഹാബിലിറ്റേഷൻ വരെ ചെയ്ത് ഈസയെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ നോർമൽ ആക്ടിവിറ്റീസിലേക്ക് തിരിച്ചെത്തി. കിടന്ന് കാണുമ്പോൾ ഭയങ്കര ഒരു വിഷമമുണ്ടായിരുന്നു. പിന്നെ സ്വന്തം ഡ്രൈവ് ചെയ്ത് പോക്ക്, സ്വന്തം തന്നെ ഫിസിയോതെറാപ്പിക്ക് പോക്ക്, എക്സസൈസ് ചെയ്യൽ, വീട്ടിൽ നിന്ന് തന്നെ കുറേ എന്തെല്ലോ മാതിരി എക്സസൈസ് എല്ലാം ചെയ്യും. സ്റ്റെപ്സ് കയറാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷേ അതിനനുസരിച്ച് ഞാൻ റിഗ്രസ് ആയിട്ട്
ഈ എക്സസൈസുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അത്യാവശ്യം കുറച്ച് അവേഴ്സ് ഡ്രൈവ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉടനെ പോയത് കൊച്ചിയിലേക്കാണ്. അപ്പോൾ നെട്ടിപ്പോയി, ഇത്രയും മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്തിട്ടാണോ വന്നത്? അപ്പോൾ പിന്നെ നമുക്ക് ഷോ ആയിട്ട് മുന്നോട്ട് പോകാമല്ലോ. ഇതിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ട് ഫുള്ളി അങ്ങനത്തെ ഒരു സ്റ്റക്കായി നിൽക്കുന്ന സമയമാണ്. പിന്നെ ഞാൻ ഫുള്ള് അതിൻ്റെ പ്ലാനിങ്ങിലായിരുന്നു. പിന്നെ ഈവൻറ്റ് ഡിസംബർ 28, 29, 30, 31 ഞാൻ ഭയങ്കര സ്ട്രോങ് വിൽഡായിരുന്നു. അതുകൊണ്ട് ആ ഒരു ഈവൻറ്റ് ഇത്രയും വലിയ സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റി. ഞാൻ അതിലേക്ക് എത്തിച്ചപ്പോൾ എനിക്ക് ആ ഒരു സന്തോഷം കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഇനി 6 മാസം കഴിയുമ്പോൾ ഇനി അടുത്തെന്തിനാണ് വരുന്നത്? ഇനി വരേണ്ട ആവശ്യമില്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വന്നാൽ മതി എന്നാണ് പറഞ്ഞത്.